എൻ്റെ കൺസെപ്റ്റിലുള്ള ഗോട്ട് സിനിമയുടെ റീബിൽഡഡ് വേർഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. സ്ക്വാഡ് ടീമിൻ്റെ ഹെഡ് ഓഫീസറായ ജയറാമിനെ ഗാന്ധിയുടെ മകൻ ജീവൻ കൊന്നിരിക്കുന്നു. ഗാന്ധി ജയറാമിൻ്റെ കൊലയാളിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, കൂടെ തൻ്റെ സ്ക്വാഡ് ടീമും. ജീവൻ ആദ്യം കൊന്ന രക്ഷക്കാരനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണ് ഗാന്ധിയുടെ ആദ്യ സ്റ്റെപ്പ്. അതിലൂടെ ഗാന്ധിയും ജീവനും ഇന്ത്യയിലെത്തിയ അന്ന് തന്നെയാണ് രക്ഷക്കാരനും ഇന്ത്യയിലെത്തിയതെന്നും ഗാന്ധി മനസ്സിലാക്കുന്നു. ജീവന്റെ മേൽ ഗാന്ധിക്ക് ആദ്യമായിട്ട് ഒരു സംശയം ഇവിടെയാണ് വരുന്നത്. ജീവനെ പറ്റിയുള്ള ഈ സംശയം ഗാന്ധി സ്ക്വാഡ് ടീമിനോട് പങ്കുവയ്ക്കുന്നു. അവര് മാറി മാറി ജീവനെ കുറച്ച് ദിവസങ്ങൾ നിരീക്ഷിച്ചെങ്കിലും ജീവന്റെ മേൽ അവർക്ക് ആർക്കും ഒരു അസ്വാഭാവികത കണ്ടെത്താനായില്ല. ഈ സമയത്താണ് മേനോനും ജീവനും തമ്മിലുള്ള ഫോൺ കോൾ സീൻ നമ്മൾ കാണിക്കുന്നതും അതിലൂടെ മേനോൻ മരിച്ചിട്ടില്ല എന്ന് പ്രേക്ഷകർക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. റഷ്യയിൽ നിന്ന് എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്ത് അവർ ഇന്ത്യയിലേക്ക് എത്തുകയാണെന്നുള്ള കാര്യവും നമ്മൾ ഈ ഫോൺ കോൾ സീനിനിടയിൽ കാണിക്കുന്നു. ഗോട്ട് സിനിമയിലുള്ള പോലെ മേനോനെയും ഗ്യാങ്ങിനെയും എയർപോർട്ടിൽ വെച്ച് ആരും പിടിക്കുന്നില്ല, മറിച്ച് ഗാന്ധിയും സ്ക്വാഡും മേനോനെ എയർപോർട്ടിന് പുറത്ത് വെച്ച് പിടിക്കുന്നു. മേനോനെ പിടിച്ച കാര്യം ജീവൻ അറിയുമ്പോൾ ജീവൻ ഗാന്ധിയെ വിളിക്കുന്നു. ജീവനെയും പ്രശാന്തിന്റെ മകളെയും ഏതൊരു ടീം പിടിച്ചെന്നു തങ്ങളെ രക്ഷിക്കാൻ ജീവൻ ഗാന്ധിയെ വിളിച്ച് പറയുന്നു. മേനോൻ ഗാന്ധിയോട് ജീവനെയും അവളെയും പിടിച്ചത് എന്റെ ആളുകളാണെന്നും എന്നെ വിട്ടില്ലെങ്കിൽ അവരെ കൊല്ലുമെന്നും ഗാന്ധിയോട് പറയുന്നു. എന്നാൽ ഗാന്ധി ഇത് എതിർക്കുന്നു. പക്ഷെ പ്രശാന്തും അജ്മലും ജീവനെയും മകളെയും രക്ഷിക്കാനായിട്ട് ഇറങ്ങുന്നു. അവർ ജീവന്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അതെല്ലാം മേനോനെ രക്ഷിക്കാനായി ജീവൻ ചെയ്ത പ്ലാൻ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നാൽ അതിനും വളരെ മുന്നേ തന്നെ ജീവൻ വില്ലനാണെന്ന് സ്ക്വാഡ് ടീം അറിഞ്ഞിരുന്നു. റഷ്യക്കാരന്റെ പിന്നാലെ പോയ സ്ക്വാഡ് ടീം ജീവനെ വളർത്തിയത് മേനോനാണെന്നും അവർ ഇന്ത്യയിൽ എന്തോ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. അവിടെ വെച്ച് ജീവനും ഗ്യാങ്ങും പ്രശാന്തും അജ്മലുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നു. എന്നാൽ അവിടെ വെച്ച് ജീവൻ അജ്മലിനെ കൊന്ന് രക്ഷപ്പെടുന്നു. പ്രശാന്തിന്റെ മകളെ പ്രശാന്ത് രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒറ്റുകാരനായ പ്രഭുദേവയെ തിരിച്ചറിയാൻ മാത്രം സ്ക്വാഡ് ടീമിന് കഴിഞ്ഞില്ല. ഗാന്ധിക്ക് ജീവന് സംശയമുള്ള കാര്യമെല്ലാം ജീവനോട് പ്രഭുദേവ മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ മേനോനെ പിടിക്കുന്ന കാര്യം ഗാന്ധി സ്ക്വാഡ് ടീമിനോട് പറഞ്ഞിരുന്നില്ല. കാരണം ഗാന്ധിക്ക് സ്ക്വാഡിൽ ഒരു ഒറ്റുകാരനുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പ്രശാന്ത് ഗാന്ധിയോട് ജീവൻ അജ്മലിനെ കൊന്ന കാര്യം പറയുമ്പോൾ ഗാന്ധി മേനോനെയും ഗ്യാങ്ങിനെയും പ്രഭുദേവയെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. പ്രഭുദേവ ഗാന്ധി പോയ തക്കത്തിന് ജീവനെ വിളിച്ച് തന്നെ ആക്രമിച്ച് മേനോനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നു. ജീവൻ പ്രഭുദേവയുടെ അടുത്തെത്തി മേനോനെയും സംഘത്തിനെയും രക്ഷപ്പെടുത്തുന്നു. ജീവന്റെയും മേനോന്റെയും പ്ലാൻ എന്താണെന്നുള്ള കാര്യം പക്ഷെ പ്രഭുദേവയ്ക്ക് അറിയില്ല. പ്രഭുദേവ ഗാന്ധിയെ വിളിച്ച് മേനോ രക്ഷപ്പെട്ട കാര്യം പറയുന്നു. ജീവനാണ് രക്ഷപ്പെടുത്തിയതെന്നും പറയുന്നു. അവിടെ വെച്ച് പ്രഭുദേവ ജീവനോട് നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ പ്രഭുദേവയെ ജീവൻ കൊല്ലുന്നു. ഇവിടെ നമ്മളൊരു ട്വിസ്റ്റ് പോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പ്രഭുദേവ വില്ലന്റെ കൂടെയാണെന്ന് ഗാന്ധിക്കും സ്ക്വാഡിനും ഓൾറെഡി അറിയാമായിരുന്നു. എന്നാലും സ്ക്വാഡ് അവനൊരു ചാൻസ് കൊടുത്തു. അങ്ങനെ ജീവന്റെ കൂടെ നിന്നിട്ട് ജീവന്റെ പ്ലാൻ അറിയാനായിട്ട് പ്രഭുദേവ ശ്രമിച്ചു. പക്ഷേ ജീവൻ ഇത് മുന്നേ മനസ്സിലാക്കിയിരുന്നു. തന്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം ജീവൻ പ്രഭുദേവയെ കൊന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ജീവനും മേനോനും വീണ്ടും തമ്മിൽ കാണുന്നത്. അപ്പോഴുള്ള സ്നേഹപ്രകടനത്തിനിടയിലാണ് ഗോട്ട് മൂവിയിലെ പോലെ മേനോൻ ജീവനെ തട്ടിക്കൊണ്ടുപോകുന്നതും മകനെ പോലെ വളർത്തുന്നതും എല്ലാം കാണിക്കുന്നത്. പിന്നീട് സിനിമ നേരെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. ജീവനും മേനോനും കൂടെ നേരെ അവരുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് പോയിരിക്കുന്നത്. സ്ക്വാഡ് ടീമിലാണെങ്കിൽ പ്രശാന്തും ഗാന്ധിയും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്ക്വാഡ് ടീമിനെ തന്നെ ഇല്ലാതാക്കുമെന്നത് ജീവൻ മേനോന് കൊടുത്തൊരു വാക്കായിരുന്നു. എന്നാൽ ജീവൻ ഗാന്ധിയെയും പ്രശാന്തിനെയും കൊല്ലാനായിട്ട് ബാക്കി വെച്ചിരിക്കുകയാണ്. ഇവരെ ടെററിസ്റ്റ് ആയിട്ട് ചിത്രീകരിച്ചിട്ട് വേണം കൊല്ലാൻ. അതാണ് ജീവന്റെ പ്ലാൻ. പക്ഷെ ജീവന്റെ പ്ലാൻ എന്താണെന്ന് ഗാന്ധിക്ക് അറിയില്ല. അത് മേനോനും ജീവനും മാത്രമാണ് അറിയുന്നത്. അതറിയാനായിട്ടാണ് പ്രഭുദേവ വഴി ഗാന്ധി നോക്കിയത്. പക്ഷെ അവിടെ ഗാന്ധിയുടെ ആ ഒരു കണക്കൂട്ടിൽ അവിടെ പിഴയ്ക്കുകയായിരുന്നു. ഇവിടെ നമ്മളൊരു ട്വിസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മേനോനെ ഗാന്ധി പ്രഭുദേവയുടെ കയ്യിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ മേനോന്റെ ജാക്കറ്റിന്റെ ഉള്ളിൽ ഒരു GPS ട്രാക്കർ ഗാന്ധി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ GPS ട്രാക്കർ വെച്ചിട്ട് മേനോൻ എവിടെയാണെന്നുള്ള കാര്യം ഗാന്ധി കണ്ടുപിടിക്കുന്നു. ഗോട്ട് സിനിമയിലെ പോലെ തന്നെ ബോംബ് വെച്ചിരിക്കുന്നത് സ്റ്റേഡിയത്തിലാണ്. IPL പോലെ ഒരു വേൾഡ് ക്ലാസ് മത്സരം നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ, അതും അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു സ്റ്റേഡിയത്തിൽ ചുമ്മാ കയറി അങ്ങ് ബോംബ് വയ്ക്കുന്ന പോലെയല്ല നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയാണ് അവർ ബോംബ് വയ്ക്കുന്നത് എന്നുള്ള എല്ലാ സീനും നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിയുടെ പോലീസ് അടങ്ങുന്ന ടീമും ജീവന്റെ റൗഡി ഗാങ്ങും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ ഗാന്ധി ജീവനെ കൊല്ലുന്നു. ബോംബുകളെല്ലാം ഡിഫ്യൂസ് ആക്കിക്കൊണ്ട് അവസാനം ഗാന്ധി മേനോനെയും കൊല്ലുന്നു. അതോടെ പടം കഴിയുന്നു. ഇനി എൻഡ് ക്രെഡിറ്റ് സീനാണ്. ഗാന്ധിയുടെ വീട്ടിലെ ചുമരിൽ ജീവന്റെ കുഞ്ഞുനാളിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത്ര നാൾ കാണാതായ ജീവനെ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഗാന്ധിക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ചുമരിലിരുന്ന ജീവന്റെ ഫോട്ടോയിൽ ഗാന്ധി ഒരു മാല തൂക്കുന്നു. അവൻ മരിച്ചു എന്നുള്ള സത്യം അവൻ അംഗീകരിക്കുന്നു. ഗോട്ട് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനാൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ വരുത്തിയത്. വിജയുടെ ക്ലീശ മാനറിസമുള്ള അഭിനയവും കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്സും അനാവശ്യ സോങ്സും ഹ്യൂമർ പോർഷൻസും എല്ലാം ഒഴിവാക്കിയിരുന്നെങ്കിൽ മികച്ച ഒരു സിനിമ തന്നെ ആകുമായിരുന്നു ഗോട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തതായിട്ട് ഏത് സിനിമ റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.